ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 3 സിമ്പിൾ ഇൻഗ്രീഡിയൻസുമായിട്ട് ഒരു കിടിലൻ പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരമൽ പുഡിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് ജസ്റ്റ് നമുക്ക് വേണ്ടത് 1 കപ്പ് പാല് വേണം. ഏകദേശം ഒരു 200 മുതൽ 250 മില്ലി പാലാണ് ഈ എടുത്തിരിക്കുന്നത്. അതുപോലെ 3 മുട്ട വേണം, പിന്നെ പഞ്ചസാര. ഈ 3 കാര്യങ്ങൾ കൊണ്ട് നമ്മളൊരു കാരമൽ പുഡിംഗ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ഒരു പാത്രം എടുത്തതിന് ശേഷം ആ പാത്രത്തിലേക്ക് നമ്മളൊരു 6 സ്പൂൺ പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത്. ഇനി നമ്മൾ പഞ്ചസാര നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കാൻ പോവുകയാണ്. ലോ ഫ്ലെയിമിൽ ഇടുന്നതാണ് നല്ലത്. ഇതൊരു ബ്രൗൺ നിറമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കൊരു കാരമലിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് അങ്ങ് ഇതാക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര ലൈനി ഏകദേശം ശരിയായിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളറാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി പുഡിങ്ങിന് വേണ്ടുന്ന അടുത്തൊരു മിക്സ് നമ്മൾ പാലും മുട്ടയും കൂടെ അടിച്ചെടുക്കുന്നത് അടുത്തൊരു ബൗളിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 3 മുട്ട പൊട്ടിച്ചെടുക്കുന്നത്. ചെറിയ മുട്ട ആയതുകൊണ്ടാണ് നമ്മൾ 3 മുട്ട എടുക്കുന്നത്. അല്ലെങ്കിൽ വലിയ മുട്ടയാണെങ്കിൽ ശരിക്കും 2 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. ഈ 3 മുട്ട നമ്മൾ ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. നമുക്ക് ഒന്നീ ഫോർക്ക് ഉപയോഗിക്കാം. ഇലക്ട്രോണിക് ബീറ്ററിന്റെ കാര്യമൊന്നും ഇല്ല. നമ്മളിത് പതപ്പിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പാലൂടെ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പം ഏകദേശം 1 കപ്പ് പാലുണ്ട്. ഇത് നമ്മൾ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ്. ഇനി നമ്മൾ അടുത്ത് ആഡ് ചെയ്യുന്ന പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മളിത് കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഇത് അലിയാൻ വേണ്ടിയാണ്, ഇതിൻ്റെ അകത്ത് മിക്സ് ആകാൻ വേണ്ടിയാണ് പൊടിച്ചെടുത്തത്. പൊടിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊരു 6 സ്പൂൺ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വലിയ സ്പൂണാണ്. നല്ല മധുരം വേണമെങ്കിൽ നന്നായി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര പൊടിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പം നമ്മൾ 6 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. എന്നിട്ട് നന്നായി വീണ്ടും ഒന്ന് അടിച്ചു കൊടുക്കുക. പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ മുട്ട ചേർത്തതിന് ശേഷം വേണം പഞ്ചസാര ആഡ് ചെയ്യാൻ. കാരണം പഞ്ചസാര നന്നായി കലങ്ങണമെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്യുക. ഇപ്പം പൊടിച്ചതായതുകൊണ്ടാണ് പാലൊഴിച്ചതിന് ശേഷം നമ്മൾ ആഡ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ അല്പം വാനില എസൻസ് കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ പോവാണ്. കാരണം ഈ മുട്ടയുടെ ആ ഒരു സ്മെല്ല് മാറാൻ വേണ്ടി അല്പം വാനില എസൻസ് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് 1 സ്പൂൺ വാനില എസൻസ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ വീണ്ടും ഒന്ന് മുമ്പ് ഇളക്കിയതുപോലെ തന്നെ ഫോർക്ക് വെച്ച് ഒന്ന് ഇളക്കാം. നമുക്ക് പതപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ പത ഉണ്ടെങ്കിൽ അത് ഈ പുഡിങ്ങിന് മുകളിൽ പതയായിട്ട് നിൽക്കുക. അതുകൊണ്ടാണ് നമ്മൾ പതപ്പിക്കാത്തത്. അതുകൊണ്ടാണ് ഇലക്ട്രിക് ബീറ്ററും വെച്ച് അടിക്കേണ്ടതെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ പുഡിങ്ങിൻ്റെ മിക്സ് നമ്മൾ കാരമലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഒരു അരിപ്പ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് പകരുന്നത്. ഇപ്പോൾ
നമ്മൾ ഈ കാരമൽ പുഡിങ്ങിൻ്റെ മിക്സ് നമ്മൾ ഒരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഫോയിലോ വെച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ച് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇറക്കി വെക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചു. ഇത് നമ്മൾ ഇതിലും വലിയൊരു പാത്രത്തിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ച് ഒരു അരമണിക്കൂർ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ ഇറക്കി വെക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പാത്രം. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചെറിയൊരു സ്റ്റാൻഡ് വെച്ചു. സ്റ്റാൻഡ് വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ഇപ്പം തയ്യാറാക്കിയ പുഡിങ് ഇറക്കി വെക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പുഡിങ് ഇതിൻ്റെ അകത്ത് ഇറക്കി വെച്ചു. ഇനി ഒരു മൂടി ഉപയോഗിച്ച് ഇത് അടയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ഇതൊരു മൂടി ഉപയോഗിച്ച് അടച്ചു. ഇനി ഏകദേശം ഒരു 30 മിനിറ്റ് നമ്മളിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുഡിങ് ഏകദേശം ഒരു 30 to 40 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്തു. ഓക്കെ, നമ്മളിന്ന് നോക്കുകയാണ്, തുറന്ന് നോക്കുകയാണ് ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കുത്തി നോക്കി നമുക്കറിയാം ഇത് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചിട്ട് അതിനൊരു ചൂട് മാറിയതിന് ശേഷം നമ്മൾ ഇതൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെയെങ്കിലും ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മളത് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിത് തണുക്കാനായിട്ട് അല്പം നിമിഷം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇതൊന്ന് തണുത്തിട്ടുണ്ട്. നമ്മളിനി ഇതൊരു 2 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിൽ മുമ്പേ വെച്ചതുപോലെ തന്നെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചു വെച്ചതിന് ശേഷം ഒരു പാത്രം മുകളിൽ വെച്ച് നന്നായി അടച്ചതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇത് 2 മണിക്കൂറോളം ഫ്രീസ് ചെയ്തതിന് ശേഷം എടുത്തതാണ്. ഇനി നമ്മളിതിൻ്റെ സൈഡൊന്ന് കത്തി വെച്ചിട്ട് ഒന്ന് സൈഡൊന്ന് ഇളക്കിക്കൊണ്ട് നമ്മളിത് ഇത് തിരിച്ച് ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതെടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പം ഇത് പാത്രം മൂടി നമ്മൾ പുഡിങ് ഉണ്ടാക്കിയിരിക്കുന്ന പാത്രത്തിന് മുകളിൽ ഒരു പാത്രം വെച്ച് ഇതിനെ നമ്മളൊന്ന് റിവേഴ്സ് ഇതിനെ തിരിച്ച് ഒന്ന് നമ്മൾ ഇട്ട് എടുക്കാൻ പോകണം. ഓക്കെ, നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നമ്മുടെ കിടിലൻ കാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലും പഞ്ചസാരയും മുട്ടയും ഉപയോഗിച്ച് ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കാരമൽ പുഡിംഗ് ആണ് ഈ കാണുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി പുഡിംഗ് ആണിത്. നല്ല ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളി പുഡിംഗ് ആണ്. നല്ല രീതിയിൽ അത് സെറ്റായിട്ടുണ്ട്. ഒന്ന് കഴിച്ച് നോക്കുവാണ്. നല്ല അടിപൊളിയാണ്. അപ്പം നിങ്ങളെല്ലാവരും വീടുകളിൽ ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്.